ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഗോമതിയും നമ്മുടെ ഇന്ദ്രാമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോണ്ട് അച്യുതൻ അങ്ങോട്ട് വരിക. എന്താ അമ്മേ ഇവളുമായിട്ടൊരു സംസാരം എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ഗോമതിക്ക് നല്ല ദേഷ്യം വരികയാണ്. ഈ നിൽക്കുന്നത് നിങ്ങളുടെ മാത്രം അമ്മയല്ല, എൻ്റെ കൂടി അമ്മയാണ്. അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കാൻ പോലും അവകാശമില്ലേ എന്ന് ചോദിക്കുക. ദേ അമ്മേ, ഇവളോടൊക്കെ സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ധർമ്മനുണ്ടായ അവസ്ഥ അമ്മയ്ക്കും ഉണ്ടാകും. എപ്പോഴാ അമ്മയെ പിടിച്ച് കള്ളിയാക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതിക്ക് നല്ല ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ അമ്മയെ കള്ളിയാക്കിയെന്നോ? കള്ളിയാക്കിയെന്നല്ല, നിന്റെ കുടുംബമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തിയ എൻ്റെ അമ്മയെ നീ ചിലപ്പം കള്ളിയാക്കിയെന്നിരിക്കും എന്ന് പറഞ്ഞതാ എന്ന് പറയാൻ കേട്ടോ. അല്ല, അമ്മയെ സ്വാധീനിക്കാനായിരിക്കും നിന്റെ ശ്രമം. രാവിലെ നിന്റെ ഭർത്താവ് വന്ന് ധർമ്മൻ്റെ കാല് പിടിച്ചായിരുന്നല്ലോ. ഇനിയിപ്പം ഭാര്യയുടെ വക നാടകമായിരിക്കും അല്ലേ നടത്താൻ പോകുന്നത് എന്ന് ചോദിക്കുക. ദേ മര്യാദയ്ക്ക് ഇരുന്നോണം എന്ന് അപ്പം ഗോമതി അച്യുതനോട് പറയാൻ കേട്ടോ. നീ ആരാടി എന്നെ പേടിപ്പിക്കാൻ മാത്രം നീ വളർന്നോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അമ്മയെ സ്വാധീനിക്കാനായിട്ട് തന്നെ വന്നതാ, അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിൽ കരുതിക്കോ എന്ന് അച്യുതനോട് ഗോമതി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രമ്മ പറയും, എൻ്റെ ഗോമതി നീ ഒന്ന് അടങ്ങ്, മോള് പൊയ്ക്കേ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയാം. ആരെ അമ്മയെ ഞാൻ പേടിക്കേണ്ടത്? ഈ നിൽക്കുന്ന ആളെയോ? എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി ഈ ഗോമതി ആരെയും ത്തില്ല. എൻ്റെ കൂടപ്പറപ്പുകളല്ലേ എന്നോർത്ത് പലപ്പോഴും ഇവരുടെ മുന്നിൽ കണ്ണടിച്ചിരുട്ടാക്കിയതാ ഞാൻ ചെയ്ത തെറ്റ്. ഓരോന്നും ഇവർ ചെയ്തു കൂട്ടുമ്പം അതിനൊക്കെ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും അങ്ങ് വളരത്തില്ലായിരുന്നു എന്ന് അച്യുതനെ നോക്കിക്കൊണ്ട് പറയാം. അപ്പം ഈ ശബ്ദം കേട്ടുകൊണ്ട് ധർമ്മനും അങ്ങോട്ട് ഇറങ്ങി വരിക. എന്താ ചേട്ടാ, എന്താ കാര്യം? എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ എന്ന് ചോദിക്കുക. എടാ നീ കണ്ടില്ലേ, ഗോമതി സ്റ്റോർ ബാലൻ പ്രിയതമയെ വിട്ടിരിക്കുക നമ്മുടെ അമ്മയെ സ്വാധീനിക്കാനായിട്ട്. എങ്ങനെയെങ്കിലും നിന്നെ ദേവമംഗലത്തേക്ക് കൊണ്ടുപോകാനാ ഇവരുടെ ലക്ഷ്യം എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതി പറയും, ഞാൻ എൻ്റെ അമ്മയോട് ഇനിയും സംസാരിക്കാൻ വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗോമതിയുടെ ആ ഭാവമാറ്റം കാണുന്ന ധർമ്മനും അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നെ സൂക്ഷിച്ചും കണ്ടും എന്നോട് പെരുമാറിയിരിക്കൊള്ളണം, ഇല്ലെങ്കിൽ അതിനുള്ള പ്രത്യാഘാതം എന്താണെന്ന് എൻ്റെ ഏട്ടൻ ശരിക്കും അറിയും എന്ന് അച്യുതനോട് പറയാൻ കേട്ടോ. അപ്പോൾ ഗോമതി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അച്യുതനും മനസ്സിലാകുന്നില്ല. നീ ആരെയാടി പേടിപ്പിക്കുന്നത് എന്ന് ചോദിക്കോ. ഓ, നിൻ്റെ ആ കെട്ടിയോൻ ഗോമതി സ്റ്റോർ ബാലൻ വന്ന് എന്നെ തല്ലുവായിരിക്കും എന്ന് പറയാൻ കേട്ടോ. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഗോമതി സ്റ്റോർ ബാലൻ എന്ന് തന്നെയാ. നല്ല നെഞ്ചുറപ്പുള്ള ആണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാൻ എൻ്റെ ഭർത്താവ് വരണമെന്നില്ല, ഞാനൊന്ന് തല നിവർത്തി നിന്ന് അവിടെ ആ മുറ്റത്ത് വന്ന് നിന്നാൽ മതി എന്ന് ഗോമതി ഒന്ന് പറയാൻ കേട്ടോ. ദേഷ്യത്തോടെ പറഞ്ഞ ഗോമതി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതിയുടെ ഭാവമാറ്റത്തിൽ ഇന്ദ്രാമ്മയും നമ്മുടെ ധർമ്മനൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഇതേസമയം മിഥുനെയാണ് പിന്നെ കാണിക്കുന്നത്. മിഥുനാണെങ്കിൽ കുറച്ച് സ്വർണ്ണമൊക്കെ കയ്യിൽ പിടിച്ച് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വൈകുന്നേരത്തോടു കൂടി എൻ്റെ ഈ ഡീലിംഗ് തീരും എന്ന് പറയാം. ഇന്നുകൊണ്ട് ആ സ്വർണം കൊടുത്ത് കാശ് മേടിച്ചിട്ട് എനിക്ക് വൈകുന്നേരം ഒരു വീട് വരെ പോകണം. ഏത് വീട്? ഒരു വീട്, അവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, അവളെ ഒന്ന് കാണണം എന്ന് പറയാം. നീ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത് എന്ന് അപ്പം കൂട്ടുകാരൻ മിഥുനോട് ചോദിക്കുക. ദേവമംഗലം. ഓ, നിന്റെ മറ്റേ ആ കേസല്ലേ, ആ പെണ്ണ്. എടാ വിട്ടേക്കടാ, അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, ഇനി എന്തിനാ അതിൻ്റെ പിന്നാലെ വെറുതെ നടക്കുന്നത്? അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് പറയുന്നില്ലടാ. ഇടയ്ക്കൊക്കെ അവളെ അങ്ങോട്ട് ഓർമ്മ വരും. ആ സമയം അവളെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നും. ഇപ്പോഴും ഞാൻ അവിടെ പോകുന്നത് വെറുതെ ഒന്ന് എനിക്ക് കാണണം. അല്ല, ഈ സ്വർണവുമായിട്ട് അവക്കും ചില ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് മിഥുൻ പറയാണ്. ഇതേ സമയം അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ വീടിന് മുന്നിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. പോലീസ് വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പം അതിലൊരുത്തൻ ജനലിലൂടെ വന്ന് ആരാന്ന് നോക്കുക. എടാ മിഥുനെ, പോലീസാടാ എന്ന് പറയാണ്. പോലീസോ? അതെ, ആരോ നമ്മളെ അന്ന് ഉറ്റിയിട്ടുണ്ടടാ എന്ന് മിഥുൻ പറയാം. എത്രയും വേഗം ഓടി രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് പിന്നാമ്പുറത്തെ വാതിലിലൂടെ അവർ ഓടെ പോകാനായിട്ട് തുടങ്ങുക. അപ്പോഴത്തേക്കും പോലീസുകാരെല്ലാം വാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കടക്കാൻ കേട്ടോ. അപ്പോൾ ഇവർ ഓടുന്നത് കാണുവാണേ. പിന്നാലെ പോലീസുകാരും ഓടിച്ചില്ല. എന്നിട്ട് മിഥുനെ പിടിക്കുക. ദേ സാറേ, ഞാനൊരു ബിസിനസ്സുകാരനാ, എന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചൂഷണം ചെയ്യരുത്. സാറിന് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. ഞങ്ങൾക്ക് ശരിയായ ധാരണ മാത്രമേ ഉള്ളടാ. നിന്റെ ബിസിനസ് എന്താണെന്നൊക്കെ കൃത്യമായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് മിഥുനെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോകാനായിട്ട് പോലീസുകാർ നോക്കുക. അങ്ങോട്ട് നടക്കടാ സാറേ, ഞാനൊരു മാന്യനാ എന്ന് വീണ്ടും മിഥുൻ പറയാ. ഇങ്ങോട്ട് വാടാ, നിന്റെ മാന്യതയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കിക്കുന്നുണ്ട് എന്ന് പറയാം. ഇതേ സമയം ബാക്കിയുള്ളവന്മാരെ എല്ലാം മറ്റു പോലീസുകാരും കൂടി പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുവരിക. കേറടാ എന്നും പറഞ്ഞ് എല്ലാത്തിനെയും പോലീസ് ജീപ്പിലേക്ക് പിടിച്ചു വലിച്ചിടുകയാണ് കേട്ടോ.
SI ആണെങ്കിൽ കോൺസ്റ്റബിൾസിനോട് ചോദിക്കുകയാണ്, തൊണ്ടി മുതലെല്ലാം കറക്റ്റായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ? ഉണ്ട് സാർ, എല്ലാം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ഇതേ സമയം നമ്മുടെ ദേവമംഗലത്ത് മിത്രയും കൂട്ടിക്കൊണ്ട് പ്രാക്ടീസിനായിട്ട് പോകാനായിട്ട് തുടങ്ങുക ആര്യൻ. അപ്പം ഗോമതിയോട് വിളിച്ച് പറയും, അമ്മേ ഞങ്ങൾ എന്നാ ഇറങ്ങുക എന്ന് പറയാം. അപ്പം മിത്രയ്ക്കുള്ള വെള്ളമൊക്കെ ആയിട്ട് ഗോമതി അടുത്തേക്ക് വരിക. ഇതാ മോളെ, ഇത് പിടിച്ചേ, എന്നിട്ട് മിടുക്കിയായി പോയി പ്രാക്ടീസ് ചെയ്തിട്ട് വാ എന്ന് ഗോമതി പറയാന്. ദേ മോള് യൂണിഫോം ഇട്ട് ദേവമംഗലത്ത് പോലീസ് ജീപ്പിൽ വന്ന് ഇറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുക അപ്പച്ചി എന്ന് പറയാം. അപ്പം ആരും പറയും, അമ്മ നോക്കിക്കോ, പോലീസായി കഴിഞ്ഞാലേ നാട്ടിലെ സകല ഗുണ്ടകളെയും ഒറ്റ ദിവസം കൊണ്ട് മിത്ര പൊക്കും ഇല്ലേ മിത്ര എന്ന് ചോദിക്കാം. പിന്നല്ലാതെ ഇവിടെ ഒരു ശുദ്ധികലശം നടത്തണം എന്ന് പറയാണ്. പിന്നെ ലഹരിക്കച്ചവടവും ഗുണ്ടായിസവും എല്ലാം റെയ്ഡും അറസ്റ്റ് നടത്തി നമ്മുടെ മിത്ര ഒതുക്കും എന്ന് ആരും പറയാം. നീതി കിട്ടാത്തവർക്ക് നീതി വാങ്ങി കൊടുക്കും, ആ ദിവസം അങ്ങ് എത്താൻ ഞാൻ കാത്തിരിക്കുക എന്ന് അപ്പം ഗോമതി പറയാം. ശരി മോളെ, ഇനി നിങ്ങൾ സംസാരിച്ച് സമയം കളയണ്ട, രണ്ടുപേരൂടെ ചെല്ല് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. അപ്പം ഗോമതി അവർ പോകുന്നതും നോക്കി നിൽക്കുക. മിത്രയ്ക്ക് പോലീസ് ആവാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു, ഭഗവാനെ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് എന്ന് പറയാം. ഇതേ സമയം പോലീസുകാർ അവന്മാരുടെ ബാഗുകളെല്ലാം പരിശോധിക്കുകയാണ് കേട്ടോ. ബാഗിൽ നിന്നും പല ലഹരി വസ്തുക്കളും കിട്ടുക, സകല ലഹരികളും ഉണ്ട് സാർ എന്ന് പറയാം. ഇതെല്ലാം ചേർത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു FIR അങ്ങ് എഴുതിക്കോ എന്ന് പറയാം. ഇവന്മാരിന്ന് പുറലോകം കാണരുത് എന്ന് SI പറയാണ്. നിന്റെയൊക്കെ ലഹരി കച്ചവടം പൂട്ടിക്കാൻ പറ്റുമെന്ന് പോലീസുകാരൊന്ന് നോക്കട്ടേടാ എന്ന് പറയണേ. പെട്ടെന്നാണ് മറ്റൊരു ബാഗ് തുറക്കുന്നത്. അതിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളാണ്. സാർ ഇത് നോക്കിക്കേ, സ്വർണ്ണമാണല്ലോ എന്ന് പറയാം. ആഹാ, സ്വർണ്ണക്കച്ചവടം ഉണ്ടോ? ഇത് ഏത് ജ്വല്ലറി കുത്തി തുറന്നെടുത്തതാടാ എന്ന് പറയാം. സാറേ ഇത് എൻ്റെ സ്വർണ്ണമാ, ഇത് ജ്വല്ലറി കുത്തി തുറന്നെടുത്തതൊന്നും അല്ല എന്ന് പറയാം. നിന്റെ സ്വർണ്ണമോ? നിനക്കെവിടെ നടാ ഇത്രയും സ്വർണം എന്ന് ചോദിക്കാം. സാറേ ഇതെൻ്റെ അമ്മയുടെ ആഭരണങ്ങളാ, വീട്ടിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, വിൽക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചതാ, ഇന്നൊരു ജ്വല്ലറി കൊടുക്കാനിരിക്കുമായിരുന്നു. എടാ കള്ളം പറയുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇതിനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാണ്. സത്യം പറയടാ, ആരുടെയാ ഈ സ്വർണം എന്ന് ചോദിക്കാം. മര്യാദയ്ക്ക് പറഞ്ഞോ, ഏത് വീട്ടിൽ നിന്നാടാ നീ ഇത് മോഷ്ടിച്ചത്? സാർ ആ ശാസ്ത്രി നഗറിലെ ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചധികം സ്വർണം മോഷണം പോയില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഈ സ്വർണ്ണമായിരിക്കും സാർ അത്, ഇവനായിരിക്കും കുത്തി തുറന്നെടുത്തത് എന്ന് അപ്പോൾ ഒരു കോൺസ്റ്റബിൾ പറയാം. അയ്യോ സാർ, ഈ ശാസ്ത്രി നഗർ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല, സ്വർണ്ണമോഷണമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല സാർ, അങ്ങനെ ഒരാളല്ല ഞാൻ എന്ന് മിഥുനപ്പോൾ പറയാൻ കേട്ടോ. അയ്യോ ഒരു പഞ്ചപാപം വന്നിരിക്കുന്നു, നിനക്ക് അറിയില്ലല്ലേടാ എന്ന് ചോദിച്ചാൽ മിഥുനിട്ട് രണ്ടെണ്ണം വീണ്ടും കൊടുക്കുക. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കട്ടെടാ എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനെ വളച്ചു നിർത്തി കൂമിനിട്ട് മുട്ടുവെച്ച് നല്ല ഇടി ഇടിക്കാൻ കേട്ടോ. സാർ ഞാൻ പറയാൻ സാർ എന്ന് പറയാം. പറയടാ, മര്യാദയ്ക്ക് പറഞ്ഞോ. സാർ ഈ സ്വർണം ശാസ്ത്രി നഗറിലെ സ്വർണ്ണമൊന്നും അല്ല. പിന്നെ ഈ സ്വർണം നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? മിത്ര എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെയാ എന്ന് പറയാം. മിത്ര എന്ന് പറയുന്ന പെണ്ണിൻ്റെയോ എന്ന് പോലീസുകാരപ്പോൾ ചോദിക്കും. സമയം നമ്മുടെ മിത്രയും ആര്യനും കൂടി പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിത്രയാണെങ്കിൽ ഇന്ന് ആകെ ക്ഷീണിതയായിട്ടാണ് കാണുന്നത്. ദേ മിത്ര, ഇന്ന് നീ നല്ല മടി ആണ് കേട്ടോ, നന്നായിട്ട് ഓടാൻ നോക്കിക്കേ, ഒരു റൗണ്ട് പോലും ആയിട്ടില്ല, ഫാസ്റ്റ് എന്ന് ടൈമർ വെച്ചിട്ട് നമ്മുടെ ആര്യൻ വിളിച്ച് പറയണേ. ആര്യ, ഇന്ന് എനിക്ക് തീരെ വയ്യ ആര്യ. ദേ മിത്രേ, ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? മനസ്സിന് ഒരു സുഖമില്ല ആര്യ, ഒരു ശക്തി കിട്ടുന്നില്ല, ഇന്നിനി വേണ്ട, നമുക്ക് പോകാം എന്ന് മിത്ര ആര്യനോട് പറയാം. കാര്യം എന്താ? മനസ്സിന് ഇത്ര ബുദ്ധിമുട്ട് ഒന്നുമില്ല മിത്രേ. ദേ നോക്ക്, ഫിസിക്കൽ ടെസ്റ്റിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, 4-5 ദിവസമായിട്ട് നീ നല്ല ഉഴപ്പാ. ഇന്നലെ പിന്നെ ധർമ്മമാമൻ്റെ ഇഷ്യൂ കാരണം ഇന്നലെ ഇങ്ങോട്ട് വന്നതേയില്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഓടാൻ പറ്റാത്തത്. എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്? എന്ത് കൊച്ചച്ചൻ പോയതിൻ്റെ ഒരു ഫീല്, ഒരു വിഷമോ സങ്കടമോ ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുക എന്ന് പറയാം. കൊച്ചച്ചൻ ഇറങ്ങിപ്പോയ ആ കാഴ്ച അത് കണ്ണിൽ നിന്ന് മായുന്നേ ഇല്ല. വേണ്ട ആര്യ, ഇന്ന് വേണ്ട, എൻ്റെ മനസ്സ് തീരെ ശരിയല്ല എന്ന് പറയാം. വേണ്ടെങ്കിൽ വേണ്ട, പോയേക്കാം, നാളെയും വിഷമം മാറുന്നില്ലെങ്കിൽ നാളെയും വരണ്ട. എൻ്റെ ആഗ്രഹം സാധിക്കാനല്ല, തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയാ ഈ പ്രാക്ടീസ് നടത്തുന്നത് എന്ന് ആര്യൻ മിത്രയോട് പറയാണ്. ദേ ധർമ്മമാമൻ പോയതിൻ്റെ ഫീല് തന്നെയൊക്കെ കൂടുതൽ എനിക്കുണ്ട്. കുഞ്ഞുനാൾ തൊട്ട് ഞാൻ കാണുന്നതാ, ജനിച്ചപ്പോൾ മുതൽ. ഞങ്ങളുടെ മാമൻ മാത്രമായിരുന്നില്ല അങ്ങേര്, കൂട്ടുകാരനായിരുന്നു, രക്ഷകർത്താവായിരുന്നു. ഞങ്ങൾക്കൊരു വിഷമം വന്ന ആദ്യം ഓടിപ്പോയി പറയുന്നത് മാമനോടായിരുന്നു. അച്ഛൻ ഞങ്ങളെ തല്ലുമ്പോഴൊക്കെ ഞങ്ങളുടെ രക്ഷകനായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പല റോളിലും ഉണ്ടായിരുന്ന ആളാ. മാമൻ പോയപ്പം ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗം തന്നെ മുറിച്ചു മാറ്റിയ ഫീലായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും. പക്ഷേ തരണം ചെയ്തല്ലേ പറ്റൂ.
ഞാൻ ആ വിഷമമൊക്കെ മറന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടാ, തൻ്റെ യൂണിഫോമിനോടുള്ള സ്വപ്നം കൊണ്ടിട്ടാ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, താൻ ഒരു പോലീസ് ഓഫീസറായി കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നതും ധർമ്മൻ മാമനായിരിക്കും എന്ന് പറയാം. ദേ മനസ്സിലുള്ള വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് പ്രാക്ടീസിൽ നന്നായിട്ട് ശ്രദ്ധിക്കാൻ നോക്ക്. നീ ഒരു പോലീസ് ഓഫീസറായി കഴിഞ്ഞു കഴിയുമ്പം എന്തുമാത്രം പ്രശ്നങ്ങൾ നിനക്ക് നേരിടേണ്ടതായിട്ട് വരും. എപ്പോഴും സന്തോഷം മാത്രം ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ജോലിയല്ല. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കാണേണ്ടി വരും. നെഞ്ചൊലിക്കുന്ന പല കാഴ്ചകളും ചിലപ്പോൾ നീ കാണേണ്ടിയും വരും. അപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ടേ. ദേ ഇതുപോലൊരു കാര്യത്തിൽ നീ തളർന്നു പോയാൽ നാളെ നീ എങ്ങനെയാ ജോലി ചെയ്യുക എന്ന് ചോദിക്കാൻ കേട്ടോ ആര്യം മിത്രയോട്. ദേ പോലീസ് ആവണമെങ്കിലേ ശരീരം മാത്രമല്ല മനസ്സ് നല്ല ഫിറ്റായിരിക്കണം. ഇവിടെ തൻ്റെ മനസ്സ് തീരെ ഫിറ്റല്ല. ദേ നമുക്കൊരു കാര്യം ചെയ്യാം, ധർമ്മ മാമനെ സൗകര്യപൂർവ്വം ഒന്ന് കാണാം, സംസാരിക്കാം. ഇപ്പോഴേ ഡ്യൂട്ടി ഫസ്റ്റ്, എന്താ പോരെ എന്ന് ചോദിക്കാം. എങ്ങനാ നമുക്ക് ഓടാല്ലേ SP മാഡം എന്ന് ചോദിക്കാം. ഓടാം എന്ന് അപ്പം മിത്ര പറയാം. എന്നാൽ തുടങ്ങുമല്ലേ? യെസ് എന്ന് അപ്പം മിത്ര പറയാം. റെഡി എന്ന് പറഞ്ഞ് ഓടാനായിട്ട് തുടങ്ങാണ് കേട്ടോ. ഗുഡ്, ഇങ്ങനെ തന്നെ വേണം എന്ന് ആര്യം പറയാം. എന്നിട്ട് മിത്രയ്ക്കൊരു സല്യൂട്ടും കൊടുക്കുകയാണ്. ദേ ഓടിക്ക്, വേഗം ആയിക്കോട്ടെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ ടൈമർ സെറ്റാക്കി വെക്കട്ടെ എന്ന് ചോദിക്കാം. പെട്ടെന്ന് നമ്മുടെ മിത്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ആരാ ഇത്? നമ്പറാണല്ലോ, പരിചയമില്ലാത്ത നമ്പറാ എന്ന് പറയാം. പരിചയമില്ലാത്ത നമ്പറോ? എന്തായാലും താൻ എടുക്ക്, ഏതെങ്കിലും ആവശ്യക്കാരായിരിക്കും. ഹലോ എന്നിപ്പോൾ ചോദിക്കുക, ഇത് മിത്രയല്ലേ എന്ന്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാട്ടോ വിളിക്കുന്നത്. ഇത് കൃഷ്ണമംഗലത്തെ അനന്തവർമ്മയുടെ മകൾ മിത്ര അല്ലേ എന്ന് ചോദിക്കുക. അതെ, എന്തായിരുന്നു, ആരാ എന്നപ്പം മിത്ര തിരിച്ചു ചോദിക്കുക. പെട്ടെന്ന് മിത്ര ഫോൺ സ്പീക്കറിലിടുക. ആരാ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ടൗൺ സ്റ്റേഷനിലെ CI എന്ന് മിത്രയോട് പറയാം. ടൗൺ സ്റ്റേഷനിലെ CIO? എന്താ സാർ, എന്താ കാര്യം എന്ന് അപ്പം മിത്ര ചോദിക്കുകയാണ്. മിത്ര സ്റ്റേഷനിലേക്കൊന്ന് വരണം, അച്ഛനെയോ ഹസ്ബൻഡിനെയോ കൂട്ടിയിട്ട് വേണം വരാൻ എന്ന് പറയാം. എന്താ സാർ കാര്യം എന്ന് ചോദിക്കാം. മിത്ര വരൂ, നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് SI ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്താടോ കാര്യം എന്ന് ആരനും അപ്പം ചോദിക്കാം. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അല്ല, ഞാനിപ്പോൾ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്ന് മിത്ര വീണ്ടും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. എന്തോ പ്രശ്നമുണ്ട്. അപ്പം ആരും പറയും, താനിങ്ങനെ ടെൻഷൻ ആവാതെ നമുക്ക് എന്തായാലും പോയി നോക്കാം എന്ന് പറയാം. എന്തായിരിക്കും ആര്യ കാര്യം എന്ന് ചോദിക്കുക. ആര്യ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുന്നതെന്ന് മിത്ര വീണ്ടും ചോദിക്കാം. എടോ എനിക്കും മനസ്സിലാകുന്നില്ല, കൃഷ്ണമംഗലത്തെ ആരോ എന്തോ ഒരു പണി തന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. എന്തായാലും വാ, നമുക്ക് പോയൊന്ന് നോക്കാം എന്ന് പറയാം. അയ്യോ, പോലീസ് സ്റ്റേഷനിൽ പോകണോ? എനിക്ക് പേടിയാകുന്നു എന്ന് പറയാം. പോലീസ് ആവേണ്ട ആള് സ്റ്റേഷനിൽ പോകാൻ പേടിക്കുന്നെന്നോ? എന്തൊക്കെയായി പറയുന്നത്? താൻ വാ, നമുക്ക് പോയി നോക്കാം, ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പരിഹരിക്കാടോ എന്ന് പറയാം. എടോ താൻ വാടോ പോലീസേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ആര്യൻ മിത്രേനെ. പക്ഷെ മിത്രയുടെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒന്നിട്ട് ധൈര്യം ഇല്ലാണ്ട് മിത്ര അവിടെ നിൽക്കുകയാണ്. എന്തായിരിക്കും കാര്യം? ഇനി അലോക് വല്ലോ പണിയും തന്നതായിരിക്കുമോ എന്നൊക്കെ മനസ്സിൽ മിത്ര ചിന്തിക്കാം. ഇതേ സമയം മിത്രയും ആര്യനും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടും മിത്രയാണ് ടെൻഷനോട് കൂടി നിൽക്കുക. ആര്യ, എനിക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്, എന്തായിരിക്കും കാര്യം എന്ന് ചോദിക്കാം. എടോ താൻ വാ, നമുക്ക് അകത്ത് കയറി സംസാരിക്കാം, എന്നാലല്ലേ കാര്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ആര്യൻ മിത്രയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇതേസമയം SI ആണെങ്കിൽ അവിടെ തകൃതിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഗുഡ് മോർണിംഗ് സാർ എന്ന് ആര്യൻ പറയും. സാർ, ഇത് മിത്ര, സാറിപ്പോൾ വിളിച്ചിരുന്നു, ഞാൻ ഹസ്ബൻഡാ ആര്യൻ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇരിക്കൂ എന്ന് പറയാൻ കേട്ടോ. എന്താ സാർ കാര്യം, എന്തിനാ വിളിച്ചത് എന്ന് ആര്യനാണ് SIയോട് ചോദിക്കുന്നത്. പെട്ടെന്ന് ആഭരണങ്ങൾ തുറന്ന് കാണിക്കാൻ കേട്ടോ. മിഥുൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആഭരണങ്ങൾ അത് കാണുന്ന മിത്ര ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. തൻ്റെ സ്വന്തം ആഭരണങ്ങളാണല്ലോ. അപ്പം മിത്രയുടെ ഭാവമാറ്റം കാണുമ്പം SIക്ക് സംശയം തോന്നുക. ഈ ആഭരണങ്ങൾ മിത്രയ്ക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം ആര്യന് അതിന് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ മിത്രയെ സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പം മിത്ര പറയും, സാർ ഇത് എൻ്റെ ആഭരണങ്ങളാ എന്ന് മിത്ര മറുപടി പറയൂ കേട്ടോ. എന്നിട്ട് മിത്ര അതിൽ നിന്ന് ആഭരണങ്ങൾ എടുത്ത് നോക്കുക. അതെ സാർ, ഇതെല്ലാം എൻ്റെ ആഭരണങ്ങൾ തന്നെയാ എന്ന് മിത്ര വീണ്ടും പറയുവേ. ആര്യ, ഇത് നോക്കിക്കേ, ഇതെല്ലാം എൻ്റെ ആഭരണങ്ങളാ. ഞാൻ പറഞ്ഞിട്ടില്ലേ മിഥുൻ മോഷ്ടിച്ച എൻ്റെ ആഭരണങ്ങളെക്കുറിച്ച്. ആ ആഭരണങ്ങളാ ഇത് എനിക്ക് വേണ്ടി അമ്മ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച കാശിമാല, ഇത് മുല്ലമെട്ടുമാല, ഇത് നഗാസ് എന്ന് ഓരോ മാലകളെയും എടുത്ത് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇത് നോക്കിക്കേ, ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നെക്ലേസാ, അമ്മ പ്രത്യേകം പറഞ്ഞ് മേടിച്ചതാ. സാറേ, ഈ ആഭരണങ്ങൾ മിത്രയുടെ കയ്യിൽ നിന്ന് മോഷണം പോയതാ എന്ന് ആര്യനും അപ്പോൾ പറയാൻ കേട്ടോ. അപ്പം മിത്രയുടെ ആ ആഭരണങ്ങൾ ഓരോന്നും
ചൂണ്ടി പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ പോലീസുകാരൻ അതിൽ നോക്കി നിൽക്കുന്നുണ്ട്. മിത്രയുടെ തന്നെയാണെന്ന് അയാൾക്കും ഏകദേശം ബോധ്യപ്പെടുകയാണ്. സാർ, അതെ സാർ, ആര്യം പറഞ്ഞത് ശരിയാ, മിഥുൻ മോഷ്ടിച്ചതാ. അല്ല, സാറിനിത് എവിടുന്നാ കിട്ടിയേ? ഞാൻ നേരത്തെ തന്ന പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഒരു പരാതി ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് വേറൊരു CI ആയിരുന്നു എന്ന് മിത്ര പറയാ. ഈശ്വര, വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ ആഭരണങ്ങൾ ഇപ്പം കിട്ടിയല്ലോ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് ആ പോലീസുകാരൻ ഫയലെടുത്ത് നോക്കുവാണേ. എന്നിട്ട് ഒരു പേപ്പർ പുറത്തേക്ക് എടുക്കുക. ഇതല്ലേ അന്ന് മിത്ര കൊടുത്ത പരാതി എന്ന് ചോദിക്കുക. അപ്പം മിത്ര ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കുക. അതെ സാർ, ഇതാണ് ഞാൻ കൊടുത്ത പരാതി. എന്താ സാർ, ഇതിപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുക. ആ മിഥുനെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. തിരിച്ചറിയാൻ പറ്റുമോന്നോ? ഉറപ്പായിട്ടും പറ്റും. ജീവിത അവസാനം വരെ ഞാൻ അവനെ മറക്കില്ല സാർ എന്ന് പറയാം. കോൺസ്റ്റബിൾ അവരെ അങ്ങ് വിളിക്കുക എന്ന് അപ്പം SI പറയാൻ കേട്ടോ. പെട്ടെന്ന് മിഥുനെയും കൂട്ടരെയും കോൺസ്റ്റബിൾ വിളിച്ചോണ്ട് വരിക. ആര്യ, ദേ ആ ദുഷ്ടൻ നിൽക്കുന്ന ആര്യ എന്ന് പറയാൻ കേട്ടോ. മിത്ര അവിടെ ഇരിക്കുന്ന കാണുന്ന മിഥുൻ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. മിത്ര തേടിയ വള്ളി എൻ്റെ കാല് ചുറ്റിയല്ലോ എന്ന രീതിയിൽ. ഇതിൽ ഏതവനെ മിഥുൻ എന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് മിത്ര ചാടി എഴുന്നേക്കുക. ഇവനാ സാർ ആ ദുഷ്ടൻ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുക. ഹേയ് മിത്ര, താനെന്താ ഇങ്ങനെ, ഇവിടെ ഇരിക്കൂ എന്ന് അപ്പോൾ പോലീസുകാരൻ പറയാൻ കേട്ടോ. മിഥുൻ്റെ നോട്ടവും ഭാവവും ഒന്നും ആര്യന് ഒട്ടും താല്പര്യം തോന്നുന്നില്ല കേട്ടോ. അപ്പം ആര്യനും തുറിച്ചു നോക്കുക. ഇവര് ഈ നഗരത്തിൽ താവള വിട്ടിട്ടുണ്ടെന്ന് കരുതി റെയ്ഡ് ചെയ്ത് പിടിച്ചതാ. ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തൊണ്ടിമുതലിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. കുറേ അവൻ വിറ്റെന്നാ പറയുന്നത്. ഇവനിത് മോഷ്ടിച്ചതാണോ അതോ കുട്ടി അറിഞ്ഞു കൊടുത്തതാണോ എന്ന് അപ്പം മിത്രയോട് ചോദിക്കാൻ കേട്ടോ. നിങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹ ദിവസം കുട്ടി കാല് മാറി എന്നുമാണല്ലോ ഇവൻ പറയുന്നത് എന്ന് ചോദിക്കാം. ഒത്തുതീർപ്പിന് വേണ്ടിയാ സ്വർണം കൊടുത്തതെന്നും ഇവൻ പറയുന്നുണ്ടല്ലോ. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചോദിക്കാം. എൻ്റെ പൊന്നു സാറേ, പച്ചക്കള്ളോ ഇവനീ പറയുന്നത്. മിത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിത്ര അത് തുറന്നു പറയും എന്ന് ആര്യനപ്പം മിഥുനെ ചൂണ്ടിക്കൊണ്ട് പറയാൻ കേട്ടോ. ഇതേ സമയം മിഥുനൊരു പുച്ഛഭാവത്തോടു കൂടി മിത്രയെ നോക്കി നിൽക്കുകയാണ്. മിത്ര പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി എഴുന്നേക്കുക. എന്നിട്ട് മിഥുൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഞാൻ നിനക്ക് തന്ന സ്വർണം അല്ലയുടെ പെരുങ്കള എന്ന് ചോദിക്കാം. കുട്ടി അവിടെ ഇരിക്കൂ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സംസാരിക്കാൻ എന്ന് പോലീസുകാരൻ പറയാൻ കേട്ടോ. ഇങ്ങനെയാണ് അവൻ പറഞ്ഞത്. ഈ ആഭരണങ്ങൾ എങ്ങനെയാ ഇവൻ്റെ കയ്യിലെത്തിയതെന്ന് വിശദമായിട്ട് പറയാവോ? കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാനാ എന്ന് ചോദിക്കും. ഞാനിത് റെക്കോർഡ് ചെയ്യും. ചില തെറ്റിദ്ധാരണകൾ ആരുടെ ജീവിതത്തിലും സംഭവിക്കുമല്ലോ സാർ. അങ്ങനെ എൻ്റെ ജീവിതത്തിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. അങ്ങനെയാ ഇവനെ ഞാൻ പ്രേമിച്ചു തുടങ്ങിയത്. ഈ നിൽക്കുന്ന മിഥുനെ. ഇവനൊരു ഫ്രോഡാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പലവട്ടം ആരും എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു ഇവനൊരു കുഴപ്പക്കാരനാണെന്ന്. ഞാൻ ആ ഉപദേശത്തിന് യാതൊരുവിധ വിലയും കൊടുത്തില്ല. ആ സമയത്ത് ദേവമംഗലത്തുള്ളവരോടൊക്കെ എനിക്കും വാശിയും ദേഷ്യവും ഒക്കെ ആയിരുന്നു എന്ന് പറയാം. ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായപ്പം ഇവനുമായിട്ടുള്ള സകല ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. പക്ഷേ ഇവൻ എൻ്റെ പിന്നാലെ നടന്നു. എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഞാൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ, ഇവനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ മണ്ഡപത്തിൽ വന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയാം. ഇതിനിടയിൽ മറ്റൊരു വിവാഹം എനിക്ക് ഉറപ്പിച്ചിരുന്നു സാർ എന്ന് പറയാം. അതിൻ്റെ തലേന്ന് രാത്രി ഇവൻ എൻ്റെ മുറിയിലെത്തി എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മിത്ര പോലീസുകാരോട് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് മിത്ര അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഹോട്ടൽ റൂം എടുക്കുന്നതും തുടങ്ങി സകല കാര്യങ്ങളും, എന്നിട്ട് മിത്രയുടെ സ്വർണ്ണാഭരണങ്ങളും പൈസയും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും മിത്ര പിന്നാലെ ചെല്ലുന്നതും തുടങ്ങി അന്ന് അവിടെ നിന്ന് അരങ്ങേറിയ സകല കാര്യങ്ങളും മിത്ര പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിന്നതും ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങിയതും ഗോമതി അപ്പച്ചി തന്നെ വന്ന് രക്ഷപ്പെടുത്തുന്നതും ഒക്കെ തുടങ്ങി ആര്യനെ കല്യാണം കഴിക്കാൻ ഇടയായ സംഭവം വരെയും പോലീസുകാരോട് പറയാണ് കേട്ടോ. പെട്ടെന്ന് പോലീസുകാരൻ പറയും, ഈ സ്വർണം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. കോടതിയിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്വർണം ഞാൻ തിരിച്ചു തരാം. നഷ്ടപ്പെട്ട ബാക്കി സ്വർണവും തിരിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറയാണ്. പെട്ടെന്ന് ആര്യം പറയും, സാർ ഒരു മിനിറ്റ് എന്ന് പറയാം. സാർ, ഈ സ്വർണം ഞങ്ങൾക്ക് വേണ്ട സാർ എന്ന് പറയാം. ഇത് മിത്രയുടെ അച്ഛനെയും അമ്മയും ഏൽപ്പിക്കണം സാർ എന്ന് വീണ്ടും പറയാണ്. നിയമപരമായിട്ട് ഇതിപ്പം മിത്രയ്ക്ക് അവകാശപ്പെട്ടതാണല്ലോ. പക്ഷേ പരാതി തന്നതും മിത്രയാണ്, അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അച്ഛനും അമ്മയ്ക്കും തന്നെ കൊടുത്താൽ മതി. മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ പറയുന്നത്. ചില രേഖകൾ ഒപ്പിടണം, ചില ഫോർമാലിറ്റീസ് കൂടി ബാക്കിയുണ്ട് എന്ന് പറയാണ് കേട്ടോ. ശരി സാർ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ സ്വർണം മിത്രയുടെ അച്ഛൻ്റെ അമ്മയുടെയും കൈകളിൽ തന്നെ എത്തിച്ചാൽ മതി സാർ എന്ന് വീണ്ടും നമ്മുടെ ആര്യം പറയാൻ കേട്ടോ. ഇവനെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് മിഥുനെ കോൺസ്റ്റബിൾസ് കൊണ്ടുപോകുക. അപ്പോഴത്തേക്കും പോലീസുകാരൻ ശരിക്കാം, താൻ വളരെ സ്റ്റേറ്റ് ഫോർവേഡ് ആണല്ലോടോ എന്ന് ആര്യനോട് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മിത്രയും വളരെ അഭിമാനത്തോടു കൂടി ആര്യനെ നോക്കുവാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ളവരെ കാണാൻ പോലും കിട്ടില്ലടോ, തൻ്റെ ഭാഗ്യമാട്ടോ മിത്രേ ഇവൻ എന്ന് ആര്യനെ ചൂണ്ടിക്കൊണ്ട് പോലീസുകാരൻ പറയാം. ഇതേ സമയം ആ സ്വർണമായിട്ട്
പോവാണേ. അപ്പം ആര്യനാണെങ്കിൽ ഒരു താല്പര്യവും അതിലില്ല. ഏയ് എന്താ ഇത്രയും ആലോചിക്കുന്നേ, ആര്യൻ എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ എന്ന് ചോദിക്കുക. ഏയ് എന്താ ആര്യ, മിഥുനെ കണ്ടതിൻ്റെ ഫീലാണോ എന്ന് അപ്പം മിത്ര ചോദിക്കുകയാണ്. നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതിയാൽ പെട്ടെന്ന് ഞാൻ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞേ. എന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കാം. അവനെ കണ്ടതിൽ ഞാൻ എന്തിനെ വിഷമിക്കുന്നേ, അവനൊരു ഫ്രോഡ്, അത്രേ ഉള്ളൂ, കള്ളൻ. അവനും നീയുമായിട്ടുള്ള ബന്ധം നീ തന്നെ ഒരംശം പോലും മറച്ചു വയ്ക്കാതെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ അതിൽ ഞാൻ എന്തിനാ ദുഃഖിക്കുന്നേ എന്ന് ആരും വീണ്ടും ചോദിക്കുകയാണ്. എൻ്റെ മനസ്സിൽ തെറ്റായിട്ടുള്ള ഒരു ചിന്തയില്ല, പിന്നെ എന്താ ഇപ്പം ചിന്തിച്ച് കൂട്ടുന്നേ? പണ്ട് നടന്നതൊക്കെ തനിക്ക് പറ്റിയൊരു അബദ്ധം, അത് ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് എന്ന് പറയാം. ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു സത്യമുണ്ട് എന്ന് ആര്യം പറയാണ്. അന്ന് ആഭരണം നഷ്ടപ്പെട്ടപ്പം കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഞാൻ തൻ്റെ വീട്ടിൽ കള്ളനായി ഇല്ലേ എന്ന് ചോദിക്കാം. അത് ഞാൻ തന്നെ എടുത്തുവെന്ന് സന്തോഷത്തോടെയാണ് ഞാൻ അവരോട് പറഞ്ഞത്, തന്നെ രക്ഷിക്കാൻ. എങ്കിലും എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് അത് തൻ്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നല്ലോ എന്ന് പറയാണ് കേട്ടോ. എൻ്റെ മനസ്സിപ്പം സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുക ആര്യ എന്ന് മിത്ര പറയാം. ഈ സ്വർണം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എന്നോ നഷ്ടപ്പെട്ടു പോയിരുന്നതാ. സത്യം പറഞ്ഞാൽ അന്ന് പരാതി കൊടുത്തിരുന്നത് പോലും ഞാൻ മറന്നിരുന്നു. ഇപ്പം കാലം കുറേ ആയല്ലോ. ആര്യം പറഞ്ഞതുപോലെ ഈ സ്വർണത്തിനൊരു സത്യമുണ്ട്. സ്വർണത്തിനല്ല പക്ഷെ സത്യം, സ്വർണത്തെക്കാൾ തിളക്കമുള്ള ആരിൻ്റെ മനസ്സിന്. ആരിൻ്റെ മനസ്സന്ന് ഒരുപാട് നൊന്നില്ലേ, അതുകൊണ്ടാണ് ആ മനസ്സിൻ്റെ നന്മയാണ് ഈ ആഭരണങ്ങൾ തിരികെ നമ്മുടെ കൈകളിൽ തന്നെ എത്തിച്ചത് എന്ന് മിത്ര പറയാണ് കേട്ടോ. ദേ ഈ സ്വർണം വെച്ച് ആരിൻ്റെ സ്വപ്നം ഞാൻ നടത്തും എന്ന് പറയാം. മനസ്സിലായില്ല എന്ന് ആര്യം പറയാണ്. ട്രാവൽ ഏജൻസി നടത്താനുള്ള മൂലധനം ഈ സ്വർണമാണെന്ന്. അപ്പം ആര്യം പറയും, ഏയ് കൊള്ളാലോ എന്ന് ചോദിക്കാം. എന്താ പറഞ്ഞല്ലോ, സ്വർണത്തിൻ്റെ പേരിൽ ആര്യം പഴി കേട്ടിരുന്നു. ഇന്ന് നമുക്ക് അതേ സ്വർണം തന്നെ ജീവിതത്തിൽ ഒരു നേട്ടത്തിന് ഉപകാരപ്പെടുത്താം എന്ന് പറയാം. മറ്റുള്ളവരുടെ മുന്നിൽ കുറേ കാലം ആര്യം കള്ളവനായിരുന്നില്ലേ എന്ന് ചോദിക്കാം. ആര്യനെ എൻ്റെ ഇളയച്ചനൊക്കെ കള്ളനെന്ന് വിളിക്കുമ്പം ആര്യൻ്റെ നെഞ്ച് നീറിയതൊക്കെ എനിക്കും അറിയായിരുന്നു. എനിക്ക് വേണ്ടിയല്ലേ ഒക്കെ സഹിച്ച് ആര്യനൊരു തെറ്റുകാരനെ പോലെ നിന്നത്. എല്ലാത്തിനുമുള്ള പ്രതിഫലമായി ഇത്. ഇന്ന് തന്നെ വാടകയ്ക്ക് ഒരു കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുക്കണം. ട്രാവൽ ഏജൻസി തുടങ്ങണ്ടേ എന്ന് ചോദിക്കാം. അപ്പോൾ ആര്യം ചിരിക്കാം. സൂപ്പർ ഐഡിയ എന്ന് പറയാം. ഈ സ്വർണം കൊണ്ട് നമ്മൾ ജീവിതം തുടങ്ങുന്നു അല്ലേ? അല്ല, ഇത് ആരുടെ സ്വർണ്ണമാണ് എന്ന് ചോദിക്കാം. ഇത് എൻ്റെ സ്വർണം എന്ന് മിത്ര പറയാം. ഇത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണമാണോ എന്ന് ആര്യനപ്പം ചോദിക്കുക. ഈ സ്വർണ്ണമേ എൻ്റെയോ തൻ്റെയോ അല്ല, തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വിയർപ്പാ എന്ന് പറയാം. കൃഷ്ണമംഗലത്തെ തൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ ഇതിൽ അവകാശമുള്ളൂ. അവരുടെ സമ്പാദ്യം ഇത് വെച്ച് എൻ്റെ ഒരു ആവശ്യം നടത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു കള്ളനായി മാറുന്നേ. ആര്യ അങ്ങനെയൊന്നും കരുതണ്ട. ഇത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി വെച്ചിരുന്നതാ. അവരെ തന്നെക്കുറിച്ച് ചില സ്വപ്നങ്ങളൊക്കെ കണ്ട് തനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന സ്വർണ്ണമായി ഇത്. പക്ഷേ അതുപോലാണോ തൻ്റെ ജീവിതത്തിൽ നടന്നത്? താൻ അവരുടെ ജീവിതം സ്വാധിച്ചു കൊടുത്ത ഒരു മകളാണോ എന്ന് ചോദിക്കുക. നമുക്കിത് വേണ്ട മിത്ര, ദേ ഇന്ന് തന്നെ ഈ സ്വർണം തിരിച്ചു കൊടുക്കണം എന്ന് പറയാം. പക്ഷേ ആര്യ അത് വേണോ? ദേ ഇതിലെ ഒരു തരി സ്വർണം പോലും ഞാൻ തൊടുമെന്ന് താൻ കരുതണ്ട എന്ന് തീർത്തു പറയാൻ കേട്ടോ ആര്യൻ. ഇത് വെച്ചിട്ട് ഒരു നേട്ടം നമുക്ക് വേണ്ട. നമ്മൾ ട്രാവൽ ഏജൻസി തുടങ്ങും, എൻ്റെയോ തൻ്റെയോ പണം വെച്ചിട്ട്. മനസ്സിലായോ പറയുന്നത്? അപ്പോഴേ അത് നമ്മുടെ സ്ഥാപനം ആകൂ എന്ന് പറയാം. ശോ, എന്തൊക്കെയായി പറയുന്നേ? അത് തുടങ്ങാൻ പണം വേണ്ടേ? ബാങ്കുകാർ ലോൺ തരുന്നില്ല. ആര്യനാണെങ്കിൽ ഓരോ ദിവസവും ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നതിൽ എന്താ തെറ്റ് എന്ന് മിത്ര ചോദിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.